ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. ഇന്ന് ജനുവരി 9 നവംബർ 8 കുപ്രസിദ്ധമോ സുപ്രസിദ്ധമോ ആയ നോട്ട് നിരോധനം സംഭവിച്ചത്. അന്നാണ് പ്രധാനമന്ത്രി രാജ്യത്തോട് നോട്ട് നിരോധനത്തിൻ്റെ വാർത്ത അറിയിച്ചത് എന്ന് നമുക്കറിയാം. 2 മാസങ്ങൾ ഇപ്പോൾ 2 മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. 2 മാസങ്ങൾ തികയുന്ന ദിവസം. ആ സാഹചര്യത്തിൽ നോട്ട് നിരോധനത്തിന് ശേഷം സംജാതമായ പണം പിൻവലിക്കാനുള്ള പരിമിതികൾ അതിപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ATM നിന്ന് 4500 രൂപ എടുക്കാം, എന്നാൽ ബാങ്കിൽ നിന്ന് 24,000 രൂപ എന്ന വിഡ്രോവൽ മാത്രമേ സാധ്യമാകൂ. ബാങ്കിൽ നിന്ന് 24,000 രൂപ എന്ന നിയമം നിലനിൽക്കുന്നത് കൊണ്ട് ATM-ൽ നിന്ന് എത്ര പണം എടുക്കാൻ കഴിഞ്ഞാൽ പോലും 24,000-ത്തിനപ്പുറത്തേക്ക് അത് നീളുന്നുമില്ല. അങ്ങനെ വരുമ്പോൾ നവംബർ 8 സംഭവിച്ച നോട്ട് മാറ്റത്തിലൂടെ ഉണ്ടായ സ്റ്റിപ്പുലേഷൻസ്, നിയന്ത്രണങ്ങൾ, അതൊന്നും തന്നെ മാറിയിട്ടേയില്ല. മാറാതിരിക്കുന്ന സമയത്ത് നോട്ട് നിരോധനത്തെ സംബന്ധിച്ച്, നോട്ട് റദ്ദാക്കലിനെ സംബന്ധിച്ച് ഇന്നലെ പ്രധാനമന്ത്രി ബാംഗ്ലൂരിൽ തൻ്റെ പ്രസംഗമധ്യേ ഒരഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നു. കഴിഞ്ഞ 2 മാസമായി തങ്ങൾ നിക്ഷേപിച്ച പണം പിൻവലിക്കാൻ കഴിയാത്ത അവസ്ഥ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ആ അവസ്ഥയുടെ ദുരന്ത ഫലങ്ങൾ പേറുന്ന ജനത, അത് ഉളവാക്കിയ പണമില്ലായ്മ ഉളവാക്കിയ അവസ്ഥാന്തരത്തെ നേരിടാൻ ബുദ്ധിമുട്ടുന്ന ജനതയെ നോക്കി നമ്മുടെ പ്രധാനമന്ത്രി ഇന്നലെ ബാംഗ്ലൂരിൽ പ്രസംഗിച്ചു. നോട്ട് റദ്ദാക്കലിനെ എതിർക്കുന്നവർ കള്ളപ്പണത്തിൻ്റെ ആരാധകർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ദീപിക എന്ന പത്രം സചിത്രമായി ആ വാർത്ത, പ്രധാനമന്ത്രിയുടെ ചിത്രമടക്കം ആ വാർത്ത ഇന്ന് പ്രസിദ്ധം ചെയ്തിരിക്കുന്നു. പ്രവാസി ഭാരതീയ ദിവസിൽ പ്രധാനമന്ത്രി പ്രസംഗിക്കുകയായിരുന്നു. ആ വാർത്ത ദീപിക തരുന്നത് കാണുക. ജോർജ് കള്ളിവയലിൽ അത് റിപ്പോർട്ട് ചെയ്യുന്നു ബാംഗ്ലൂരിൽ നിന്ന്. നോട്ട് റദ്ദാക്കൽ ജനവിരുദ്ധമാണെന്ന് പറയുന്നവർ അഴിമതിയുടെയും കള്ളപ്പണത്തിൻ്റെയും ആരാധകരാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അഴിമതിക്കെതിരെയുള്ള നീക്കത്തെ മലിനപ്പെടുത്താൻ കള്ളപ്പണത്തെ തുണയ്ക്കുന്നവർ ശ്രമിക്കുന്നത് സങ്കടകരമാണ് എന്ന് 21-ാം നൂറ്റാണ്ട് ഇന്ത്യയുടേതായിരിക്കുമെന്നും മോദി പറഞ്ഞു. ബാംഗ്ലൂർ അന്താരാഷ്ട്ര എക്സിബിഷൻ സെൻറ്ററിൽ 14ാമത് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ആ മീറ്റിങ്ങിൻ്റെ പ്രധാന ഉദ്ദേശം നോട്ട് റദ്ദാക്കലിനെ സംബന്ധിച്ച തൻ്റെ അഭിപ്രായ പ്രകാശനമായിരുന്നില്ല. മറിച്ച് പ്രവാസികളായ ഭാരതീയർക്ക് എന്തെല്ലാമാണ് അവരുടെ ആവശ്യം, ഏതൊക്കെ ആവശ്യമാണ് സർക്കാർ പരിഗണിക്കാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ആ ചർച്ചയെ മുൻനിർത്തി പ്രധാനമന്ത്രി പറഞ്ഞത് പ്രവാസി ഭാരതീയരുടെ സുരക്ഷയായിരിക്കും പ്രഥമ പരിഗണന. ഓരോ നയതന്ത്രാലയവും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സർവദാ സജ്ജമായിരിക്കും എന്ന് അദ്ദേഹം പറയുമ്പോൾ ഈ ഗൾഫ് മേഖലയിലുള്ള മലയാളികളടക്കമുള്ള വലിയൊരു വിഭാഗം മലയാളികൾ അവിടെയുണ്ട്. അവരടക്കമുള്ള പ്രവാസികൾക്ക് ഗൗരവതരമായ സഹായം ഒന്നും നയതന്ത്രാലയം നൽകുന്നില്ല എന്ന യാഥാർത്ഥ്യവും നമുക്കറിയാം. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പ്രവാസികളായി അവിടെ എത്തിയ പണിയെടുക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന സൗജന്യങ്ങൾ അതൊന്നും തന്നെ ഇന്ത്യൻ നയതന്ത്രാലയത്തിന് ഇന്ത്യക്കാർക്ക് വേണ്ടി നേടിക്കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഗൾഫ് മേഖലയിലുള്ളത് എന്ന് പലപ്പോഴും അവിടെ നിന്ന് വരുന്ന വാർത്തകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് ഗൗരവതരമായ പരിഗണന കൊടുക്കാത്ത പ്രധാനമന്ത്രി നോട്ട് റദ്ദാക്കലിനെ പറ്റി അവിടെ പ്രസംഗിച്ചു. നോട്ട് റദ്ദാക്കലിനെ എതിർക്കുന്നവർ, അവരെ അദ്ദേഹം വിലയിരുത്തിയത് കള്ളപ്പണക്കാർ എന്നാണ്. കള്ളപ്പണക്കാരുടെ അവസ്ഥയാണ് ഇപ്പോൾ നോട്ട് വിവാദത്തിൻ്റെ കാര്യത്തിൽ അതിനെ എതിർക്കുന്നവരെ സംബന്ധിച്ച് പ്രധാനമന്ത്രി ചാർത്തിക്കൊടുത്തിരിക്കുന്നത് ആ ഒരു സ്റ്റാറ്റസാണ്. പക്ഷേ അപ്പോഴും 2 മാസങ്ങൾ പിന്നിടുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നോട്ട് നിരോധനത്തിന് ശേഷം ഇപ്പോഴും ബാങ്കിൽ നിന്ന് നമ്മുടെ പണം പിൻവലിക്കാൻ കഴിയുന്ന അവസ്ഥ നിലനിൽക്കുന്നില്ല എന്നതാണ്. ആദ്യം അത് പരിഹരിച്ചു തരട്ടെ പ്രധാനമന്ത്രി
എന്നിട്ടാകാം ആളുകളെ വിലയിരുത്തുന്നത്. പക്ഷേ അതിനുള്ള ഒരു ശ്രമവും അദ്ദേഹത്തിൻ്റെ പക്ഷത്തില്ല എന്ന് മാത്രമല്ല, അനിശ്ചിതമായി അനിയന്ത്രിതമായി അത് നീളുക തന്നെയാണ്. അപ്പോഴും അദ്ദേഹം ആളുകളെ വിലയിരുത്താനാണ് ശ്രമിക്കുന്നത് എന്നതാണ് അതിൻ്റെ ദുർഗതി. നോട്ട് നിരോധനവുമായി ബന്ധിപ്പിച്ച ഒരു വാർത്തയാണ് ഇന്ന് ദേശാഭിമാനിയുടെ ലീഡ് വാർത്തയായി നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഒരു ദേശവ്യാപക പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നു. 2 മാസം കഴിയുമ്പോൾ CPM എന്ന പാർട്ടി 10 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ദേശവ്യാപക പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നത്. നിക്ഷേപം പിൻവലിക്കുന്നതിനുള്ള നിയന്ത്രണം ഉടൻ പിൻവലിക്കണമെന്ന ആവശ്യമടക്കമാണ് 10 ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത്. ദേശാഭിമാനി എന്ന പത്രം അതിൻ്റെ ലീഡ് വാർത്തയിൽ ആ വിധ കാര്യങ്ങൾ നമ്മോട് പറയുന്നു. നിക്ഷേപം പിൻവലിക്കുന്നതിനുള്ള നിയന്ത്രണം ഉടൻ പിൻവലിക്കുക, കർഷകരുടെ കടം എഴുതിത്തള്ളുക, തൊഴിലുറപ്പ് തൊഴിൽ ദിനം ഇരട്ടിപ്പിക്കുക, ജനുവരി അവസാനം ദേശീയ ക്യാമ്പയിൻ ആരംഭിക്കുന്നു, പ്രക്ഷോഭത്തിൽ വർഗ ബഹുജന സംഘടനകൾ പങ്കെടുക്കും തുടങ്ങിയ കാര്യങ്ങൾ ദേശാഭിമാനി പറയുന്നു. CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് സമാപിക്കുന്നതിൻ്റെ സമയത്താണ് ദേശീയമായ പ്രക്ഷോഭത്തിൻ്റെ തീരുമാനമെടുക്കപ്പെട്ടിരിക്കുന്നത്. ആ വാർത്തയാണ് ദേശാഭിമാനി നമുക്കിന്ന് തരുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെ: നോട്ട് അസാധുവാക്കലിനെ തുടർന്ന് രാജ്യത്ത് സംജാതമായ ഗുരുതര പ്രതിസന്ധിക്ക് പരിഹാരം കാണാനുള്ള 10 ആവശ്യങ്ങൾ ഉന്നയിച്ച് CPIM ദേശവ്യാപക പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അറിയിച്ചു. നോട്ട് അസാധുവാക്കലിന് നിശ്ചയിച്ച സമയപരിധി ഡിസംബർ 30 അവസാനിച്ച സാഹചര്യത്തിൽ ജനങ്ങൾ കഠിനാധ്വാനത്തിലൂടെ സമ്പാദിച്ച നിക്ഷേപം പിൻവലിക്കാനുള്ള നിയന്ത്രണം അടിയന്തരമായി ഒഴിവാക്കണമെന്ന് കേന്ദ്ര കമ്മിറ്റി യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കാൻ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ യെച്ചൂരി ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. നോട്ട് റദ്ദാക്കലിന് ശേഷമുള്ള 2 മാസം തികയുന്ന ഈ ദിനം നമുക്ക് പുറകോട്ട് ചിന്തിച്ച് 2 മാസം പുറകോട്ട് ചിന്തിച്ച് അതേ സംബന്ധിച്ച് എങ്ങനെയാണ് നാം കഴിഞ്ഞത് എന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ 2 മാസം തീരാ ദുരിതത്തിലായിരുന്നു ഇന്ത്യക്കാർ കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴും അത് തുടരുകയാണ്. 2 മാസം തീരാ ദുരിതം എന്ന ശീർഷകത്തിൽ ദേശാഭിമാനി ആ 2 മാസത്തെ കഥ പറയുന്നു. നോട്ട് അസാധുവാക്കലുമായി പ്രത്യക്ഷ ബന്ധമില്ലാത്ത വാദങ്ങൾ ഉന്നയിച്ച് തടിതപ്പുകയാണ് പ്രധാനമന്ത്രിയും BJPയും. നോട്ട് റദ്ദാക്കലിനെ എതിർക്കുന്ന ആരും ആ കള്ളപ്പണത്തിൻ്റെ കൂടെ നിൽക്കുന്നവരാണ് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞല്ലോ ഇന്നലെയും ബാംഗ്ലൂരിൽ. കേന്ദ്ര സർക്കാർ 500,000 രൂപ നോട്ട് അസാധുവാക്കിയിട്ട് 2 മാസം പിന്നിട്ടിട്ടും കറൻസി ക്ഷാമത്തിനും ഇടപാടുകളുടെ നിയന്ത്രണത്തിനുമായവില്ല. കേന്ദ്ര സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളെ സാധൂകരിക്കുന്ന കണക്കുകൾ അവതരിപ്പിക്കാതെ നോട്ട് അസാധുവാക്കലുമായി പ്രത്യക്ഷ ബന്ധമില്ലാത്ത വാദങ്ങൾ ഉന്നയിച്ച് തടിതപ്പാനാണ് പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും ശ്രമിക്കുന്നത് എന്നാണ് ദേശാഭിമാനി ഈ 1-ാം പുറ വാർത്തയിലൂടെ നമ്മോട് പറയുന്നത്. നോട്ട് നിരോധനത്തിൻ്റെ വാർത്തകൾ പിന്നെയും വരുന്നു പത്രങ്ങളിൽ. ക്രിയാത്മകമായ ഒരു ചർച്ച ഈ കാര്യത്തിൽ സംഘടിപ്പിക്കാൻ ഇന്ത്യൻ പാർലമെൻറ്റിന് കഴിഞ്ഞിട്ടില്ല. മുഴുവൻ ദിവസവും പാർലമെൻറ്റിൽ പ്രതിപക്ഷത്തിന് ബഹളം വെക്കേണ്ടി വന്നു. കാരണം ഇതേ സംബന്ധിച്ച് പാർലമെൻറ്റിന് പുറത്ത് നടത്തിയ പ്രഖ്യാപനത്തെക്കുറിച്ച് വിശദീകരണം നൽകാൻ പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ വരണം. നോട്ട് നിരോധനം പ്രഖ്യാപിക്കുന്നത് നവംബർ 8-ാം തീയതിയാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനം, ശീതകാല സമ്മേളനം തുടങ്ങിയത് നവംബർ 16-ാം തീയതിയാണ്. അങ്ങനെ തുടങ്ങുന്ന ദിവസം ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ രാഷ്ട്രീയ പ്രമേയം നോട്ട് റദ്ദാക്കലിനെ കുറിച്ചുള്ളത് തന്നെയാണ്. അതുകൊണ്ട് പാർലമെൻറ്റിൽ വന്ന് പ്രധാനമന്ത്രി നോട്ട് റദ്ദാക്കലിന് പ്രേരിപ്പിച്ച അടിയന്തരവും ആസന്നവുമായ പശ്ചാത്തലം എന്തായിരുന്നു എന്ന് വിശദീകരിക്കേണ്ടിയിരുന്നു. പക്ഷേ അതിന് അദ്ദേഹം തയ്യാറായില്ല. അതിന് അദ്ദേഹം പറഞ്ഞ ഒരു ന്യായവും വിചിത്രമാണ്. പ്രതിപക്ഷം ബഹളം വെച്ച് തൻ്റെ പ്രസംഗം അവതരിപ്പിക്കാൻ അനുവദിച്ചില്ല എന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ പ്രധാനമന്ത്രിയാകട്ടെ മറുപടി പറയാതെ പ്രതിപക്ഷത്തെ ഇരുട്ടിൽ നിർത്തുന്നു എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ആ അർത്ഥത്തിൽ പ്രധാനമന്ത്രി പ്രതിപക്ഷത്തെയും പ്രതിപക്ഷം പ്രധാനമന്ത്രിയെയും ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട് മൂടുന്ന 2 മാസങ്ങൾ കഴിയുമ്പോൾ
കാണുക, നോട്ട് നിരോധനത്തെ സംബന്ധിച്ച വിവരങ്ങൾ പ്രധാനമന്ത്രി ബഹുജനങ്ങളോടോ പാർലമെൻറ്റിനോടോ പറയാതിരിക്കുമ്പോൾ പറയുന്നതാകട്ടെ നോട്ട് നിരോധനത്തെ എതിർക്കുന്നവരെല്ലാം കള്ളപ്പണക്കാരാണെന്ന് അവതരിപ്പിക്കുമ്പോൾ അതേ സംബന്ധിച്ച് അന്വേഷിക്കാൻ പാർലമെൻ്ററി സമിതി അതേ സംബന്ധിച്ച് അന്വേഷിക്കാൻ പുറപ്പെട്ടിരിക്കുന്നു. അതിനുള്ള അവകാശം പാർലമെൻ്ററി സമിതിക്കുണ്ട്. ആ വാർത്ത സിറാജ് എന്ന പത്രം ഒന്നാമത്തെ പേജിൽ തരുന്നു. നോട്ട് നിരോധനം RBI ഗവർണറോട് പാർലമെൻ്ററി സമിതി വിശദീകരണം തേടി. ഇതിന് മറുപടി പറയേണ്ടത് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ ഇതിന് മറുപടി പറയേണ്ടത് RBI ഗവർണറാണ്. അദ്ദേഹത്തോട് വിശദീകരണം തേടി പാർലമെൻ്ററി സമിതി. അത് കാണുക, മുൻകരുതലെടുക്കാതെയുള്ള പ്രധാനമന്ത്രിയുടെ അപ്രതീക്ഷിത നോട്ട് നിരോധന തീരുമാനത്തിലെ റിസർവ് ബാങ്കിൻ്റെ പങ്ക്, നോട്ട് നിരോധനത്തിന് ശേഷം സാമ്പത്തിക മേഖലയിലുണ്ടായ മാറ്റങ്ങൾ, 2 മാസത്തിനിടെ ചട്ടങ്ങൾ പലതവണ മാറ്റിമറിച്ചതിന് പിന്നിലെ കാരണങ്ങൾ തുടങ്ങിയ ചോദ്യങ്ങളാണ് പാർലമെൻ്ററി സമിതി ഉന്നയിച്ചിരിക്കുന്നത്. ഒപ്പം തിടുക്കത്തിൽ അർദ്ധരാത്രി നോട്ടുകൾ അസാധുവാക്കാനുള്ള തീരുമാനത്തിലേക്ക് നയിച്ച എന്നടക്കമുള്ള കാര്യങ്ങളിലും സമിതി വിശദീകരണം തേടിയിട്ടുണ്ട്. ഇതിനു പുറമെ നിരോധിച്ച പണത്തിൻ്റെ മൂല്യം എത്രയാണെന്നും ഇതിലെത്ര പണം ബാങ്കുകൾ തിരിച്ചെത്തിയെന്നും വ്യക്തമാക്കണമെന്ന് പാർലമെൻ്ററി സമിതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുൾപ്പെടെ ആകെ 10 ചോദ്യങ്ങളാണ് RBI ഗവർണർക്ക് പാർലമെൻ്ററി സമിതി കൈമാറിയിരിക്കുന്നത്. നിയമ നടപടി നേരിടാതിരിക്കാൻ വ്യക്തമായ വിശദീകരണം നൽകണമെന്നാണ് നോട്ടിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ഊർജിത് പട്ടേൽ 28-ാം തീയതി, ഈ മാസം 28-ാം തീയതിക്ക് മുമ്പ് സമിതിക്ക് മുന്നിൽ ഹാജരായി എഴുതി സമർപ്പിച്ചിട്ടുള്ള 10 ചോദ്യങ്ങൾക്ക് മറുപടി പറയണമെന്ന് പാർലമെൻ്ററി സമിതി, കോൺഗ്രസ് നേതാവ് KV തോമസ് അധ്യക്ഷനായ പാർലമെൻ്ററി സമിതി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇന്നലെ വരുന്നൊരു വാർത്ത അതാണ്. ഈ ആവശ്യപ്പെടൽ ഒഴിവായി നിൽക്കാൻ ഊർജിത് പട്ടേലിന് കഴിയില്ല എന്നാണ് നാം വിചാരിക്കുന്നത്. എന്നാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥന്മാർ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്? നവംബർ 8-ലെ നോട്ട് നിരോധനത്തെക്കുറിച്ച് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കേവലം 3 മണിക്കൂർ മുമ്പ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥന്മാർ യോഗം കൂടി നോട്ട് പിൻവലിക്കാനുള്ള തീരുമാനമെടുത്തു. അങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ ഏതെല്ലാം ഉദ്യോഗസ്ഥർ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തു, എത്ര ഉദ്യോഗസ്ഥർ ഇതിനനുകൂലമായി നിലപാടെടുത്തു, പ്രതികൂലമായി നിലപാടെടുത്തു, ഇതൊക്കെ അറിയണമെന്ന നിലയ്ക്ക് വിവരാവകാശ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യപ്പെട്ടവർക്ക് റിസർവ് ബാങ്ക് നൽകിയ മറുപടി ആ യോഗത്തിൻ്റെ മിനിറ്റ്സിൻ്റെ പേപ്പറൊന്നും കാണാനില്ല എന്നായിരുന്നു. ഇത്ര ഉത്തരവാദിത്വമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ഊർജിത് പട്ടേലിനുള്ളത്. പേപ്പർ കാണാനില്ല, തീരുമാനമെടുത്ത പേപ്പർ കാണാനില്ല. നവംബർ 8-ാം തീയതി രാത്രിയാണ് തീരുമാനമെടുത്തത്. അതായത് പ്രധാനമന്ത്രി രാജ്യത്തോട് ഈ പ്രശ്നം പ്രഖ്യാപിക്കുന്നതിന് 3 മണിക്കൂർ മുമ്പ് സന്ധ്യയ്ക്ക് തീരുമാനമെടുത്തു. ആ തീരുമാനമെടുത്ത മീറ്റിങ്ങിൽ ആരൊക്കെ പങ്കെടുത്തു, ആരൊക്കെ നിരോധനത്തെ അനുകൂലിച്ചു, ആരൊക്കെ നിരോധനത്തെ എതിർത്തു എന്ന നിലയ്ക്കുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ലഭിച്ച കൗതുകകരമായ മറുപടി, അത് പറയാൻ ആ തീരുമാനമെടുത്തതിൻ്റെ പേപ്പറൊന്നും അവിടെ കാണാനില്ല എന്നായിരുന്നു. ഇതേ ആവശ്യം പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് വിവരാവകാശ നിയമപ്രകാരം കാര്യങ്ങൾ അറിയാൻ അപേക്ഷ കൊടുത്തു. അതുപോലെ തന്നെ ധനമന്ത്രാലയത്തിന് അപേക്ഷ കൊടുത്തു. 2 കൂട്ടരും ഒരു മറുപടിയും നൽകിയതേയില്ല. റിസർവ് ബാങ്ക് മറുപടി നൽകി, അതിൻ്റെ പേപ്പറൊന്നും ഇപ്പോൾ കാണാനില്ല എന്ന് മറുപടി നൽകിയപ്പോൾ ബാക്കിയുള്ള വിഭാഗം മറുപടിയെ നൽകിയില്ല. എന്നാൽ പാർലമെൻ്ററി സമിതിയുടെ മുന്നിൽ ഊർജിത് പട്ടേൽ 28-ാം തീയതിക്ക് മുമ്പ് ഹാജരായി എഴുതിക്കൊടുത്ത 10 ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ ഒരുപക്ഷെ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ സന്നാഹങ്ങളും മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരുമൊക്കെ മറച്ചുവെച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ലോകത്തിന് വെളിപാട് കിട്ടിയേക്കും എന്ന് പ്രതീക്ഷിക്കാനേ കഴിയൂ. ഏതുതരം ജനാധിപത്യ വിരുദ്ധ നിലപാടും എടുക്കാൻ മടിയില്ലാതായി തീർന്നൊരു പാർട്ടിയാണ് BJP. അതിനെ നയിക്കുന്ന നേതാവാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതുകൊണ്ട് നസ്രയത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കരുത് എന്ന് പറയുന്നത് മാതിരി
ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സമീപനത്തിൽ നിന്ന് ജനാധിപത്യ മര്യാദകൾ ഒന്നും പ്രതീക്ഷിക്കരുത് എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. അതുകൊണ്ട് പാർലമെൻ്ററി സമിതിയുടെ വിശദീകരണം തേടൽ എത്രത്തോളം പ്രായോഗികമായിരിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. നോട്ട് നിരോധനത്തിന് മുമ്പുള്ള നിക്ഷേപം ആദായ നികുതി വകുപ്പ് പരിശോധന ആരംഭിച്ചു. ആ വാർത്തയും ഇന്ന് സിറാജ് ഒന്നാം പേജിൽ തന്നിരിക്കുന്നു. എന്തൊക്കെയാണ് അതിൻ്റെ വിശേഷങ്ങൾ? ഖാസിം എ ഖാദർ അത് എഴുതുന്നത് കാണുക. പ്രധാനമന്ത്രിയുടെ നോട്ട് നിരോധന പ്രഖ്യാപനത്തിന് തൊട്ട് മുമ്പ് നടന്ന നിക്ഷേപങ്ങളെക്കുറിച്ച് ആദായ നികുതി വകുപ്പ് പരിശോധന തുടങ്ങി. നോട്ട് അസാധുവാക്കൽ നടപടി പ്രഖ്യാപിച്ച നവംബർ 8-ന് മുമ്പുള്ള ഏതാനും മാസങ്ങളിലെ ബാങ്ക് ഇടപാടുകൾ പരിശോധിക്കുന്നതിനാണ് നീക്കം ആരംഭിച്ചത്. കഴിഞ്ഞ ഏപ്രിൽ 1 മുതൽ നവംബർ 9 വരെയുള്ള കാലയളവിൽ സേവിങ്സ് അക്കൗണ്ടുകളിലേക്ക് എത്തിയ നിക്ഷേപങ്ങളുടെ വിശദാംശങ്ങളായിരിക്കും ആദ്യം പരിശോധിക്കുക. ആദായ നികുതി വകുപ്പ് ഇൻകം ടാക്സ് വകുപ്പാണ് പരിശോധിക്കുന്നത്. ആവശ്യത്തിന് ഉദ്യോഗസ്ഥന്മാരുള്ള ഒരു വകുപ്പല്ല ഇത്. അല്ലെങ്കിൽ തന്നെ അവരുടെ പരിശോധന ഒച്ചിഴയുന്ന വേഗതയിലാണ്. അതുകൊണ്ട് അടുത്തെങ്ങും പൂർണ്ണമായ പരിശോധനാ ഫലം ലഭിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കുകയും വേണ്ട. ഇതൊക്കെയാണ് 2 മാസം കഴിയുമ്പോൾ, നോട്ട് നിരോധനത്തിന് ശേഷം 2 മാസം കഴിയുമ്പോൾ നമ്മുടെ അവസ്ഥയെങ്കിൽ പ്രധാനമന്ത്രി ആളുകൾക്ക് ഉറപ്പ് കൊടുത്തതുമാതിരി ബാങ്കിങ് മേഖലയിൽ അവിടെ നടക്കേണ്ട ബിസിനസ് നടക്കാതിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴുമെങ്കിൽ നാം നിക്ഷേപിച്ച പണം തിരിച്ചെടുക്കാനുള്ള അവകാശം ഇപ്പോഴും നമുക്ക് തിരിച്ച് ലഭിക്കാത്ത സാഹചര്യത്തിലും നമ്മുടെ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി വലിയൊരു തമാശ പൊട്ടിച്ചിട്ടുണ്ട് ഇന്നലെ. അത് വാർത്തയായി ഇന്ന് സിറാജ് പത്രം നമുക്ക് തന്നിരിക്കുന്നു. നോട്ട് നിരോധനവുമായി ബന്ധിപ്പിച്ച എല്ലാ പ്രതിസന്ധികളും പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഒരു ഉളുപ്പും ചളിപ്പും ഒന്നുമില്ലാതെ നമ്മുടെ ധനമന്ത്രി ന്യൂഡൽഹിയിൽ പ്രസ്താവിച്ചത്. പക്ഷേ പണം മാത്രം നമുക്ക് ലഭിക്കാൻ ഇടയില്ല. ആ വാർത്തയുടെ കൗതുകകരമെന്നല്ല പറയേണ്ട, അപഹാസ്യമായ ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. നോട്ട് നിരോധനവുമായി ബന്ധിപ്പിച്ച എല്ലാ പ്രതിസന്ധികളും തീർന്നു എന്നാണ് ധനമന്ത്രി അവകാശപ്പെടുന്നത്. കാണുക, നോട്ട് അസാധുവാക്കൽ നടപടിയെ തുടർന്നുണ്ടായ പ്രതിസന്ധി പരിഹരിച്ചുവെന്ന് കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി. സാമ്പത്തിക മേഖലയിൽ പുത്തൻ ഉണർവ് കൈവന്നതായും നൂതന സാങ്കേതിക വിദ്യയെയും പരിഷ്കരണങ്ങളെയും തള്ളിപ്പറയുന്ന കോൺഗ്രസിൻ്റെ നിലപാട് ദുരന്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ജെയ്റ്റ്ലി പ്രതികരിച്ചിരിക്കുന്നത്. ബാങ്കിംഗ് ഇടപാടുകളുമായി ബന്ധിപ്പിച്ച് പാൻ കാർഡ് നിർബന്ധിതമാക്കിയിരിക്കുന്ന കാര്യമാണ് മാതൃഭൂമി പത്രം ഇന്ന് ലീഡ് വാർത്തയാക്കിയിരിക്കുന്നത്. അതും ധനരംഗത്തെ പുതിയൊരു നിർദ്ദേശമാണ്. പാൻ നിർബന്ധം. ഫെബ്രുവരി 28-നകം പാൻ നമ്പറുകൾ ശേഖരിക്കാൻ ബാങ്കുകൾക്ക് നിർദ്ദേശം. നോട്ട് നിയന്ത്രണത്തിന് മുമ്പുള്ള നിക്ഷേപങ്ങളും പരിശോധിക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ മാതൃഭൂമിയുടെ ലീഡ് വാർത്ത ഇങ്ങനെ വരുന്നു. ബാങ്ക് അക്കൗണ്ടുകൾക്ക് പാൻ കാർഡ് നിർബന്ധമാക്കുന്നു. നിലവിൽ അക്കൗണ്ടുള്ളവരുടെ പാൻ നമ്പർ ഫെബ്രുവരി 28-നകം ശേഖരിക്കാൻ ബാങ്കുകൾക്ക് കേന്ദ്ര ധനമന്ത്രാലയം നിർദ്ദേശം നൽകി. പാൻ കാർഡ് ഇല്ലാത്തവർ ഫോം 60 സമർപ്പിക്കണം. ഇത് സംബന്ധിച്ച് ആദായ നികുതി ചട്ടം ഭേദഗതി ചെയ്ത് കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് വിജ്ഞാപനമിറക്കി. പുതിയ നിർദ്ദേശം ജൻധൻ അക്കൗണ്ട് പോലുള്ള ലഘു സേവിങ്സ് അക്കൗണ്ടുകൾക്ക് ബാധകമല്ല എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പിടിച്ച കള്ളപ്പണം എത്ര? കള്ളപ്പണ വേട്ടയാണല്ലോ പ്രധാനമന്ത്രി നടത്തിയത്. അക്കാര്യത്തിൽ ആദായ നികുതി വകുപ്പ് ഒരു കണക്ക് മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞത് 3 ലക്ഷം കോടി കള്ളപ്പണം, അത് 5 ലക്ഷം കോടി വരെയാകാം. ഇങ്ങനെ 3 മുതൽ 5 ലക്ഷം കോടി കള്ളപ്പണം പിടിക്കാനാകും. 2 മാസമാകുമ്പോഴേക്കും 50 ദിവസമാകുമ്പോഴേക്കും ബാങ്കിലെത്തും എന്നൊക്കെയാണ് നമ്മളെ പ്രധാനമന്ത്രി വിശ്വസിപ്പിച്ചതെങ്കിൽ 2 മാസം കഴിഞ്ഞപ്പോൾ പിടിച്ച കള്ളപ്പണത്തിൻ്റെ കണക്ക് ആദായ നികുതി വകുപ്പ് തരുന്നു. വെറും 4807 കോടി രൂപ. മാതൃഭൂമി അത് 1-ാം പേജിൽ തന്നെ തന്നിരിക്കുന്നു. നോട്ട് അസാധുവാക്കലിന് ശേഷം രാജ്യത്തെമ്പാടും നടത്തിയ തിരച്ചിലിൽ ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയത് 4807 കോടി രൂപയുടെ കണക്കിൽപ്പെടാത്ത പണം. ഇതിൽ 112 കോടി രൂപ പുതിയ നോട്ടുകളുമാണ് എന്ന നിലയ്ക്ക് എവിടെയും അന്വേഷണം എങ്ങും എത്താത്ത ഒരു കാര്യത്തിൻ്റെ
സഹതാപാർഹമായ രൂപരേഖ വരച്ചു കാണിച്ചിരിക്കുന്നു. വെറും 4807 കോടി രൂപയാണ് അഖിലേന്ത്യാ നിലവാരത്തിൽ ഇതുവരെ ആദായ നികുതി വകുപ്പിന് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ 2 മാസത്തിന് ശേഷമുള്ള കണക്കെടുപ്പിലാണ് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോഴും നാം മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യം, നമ്മുടെ പണം ബാങ്കിൽ കിടക്കുന്നുണ്ട്, പക്ഷേ അത് പിൻവലിക്കാൻ നമുക്ക് കഴിയാത്ത അവസ്ഥയും പഴയതുമാതിരി തന്നെ തുടരുന്നുമുണ്ട്. ഇന്ന് പത്രലോകം തരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത, കേരളത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ഷോപ്പ് വർക്കേഴ്സ് 15 ലക്ഷത്തോളം വരുന്ന, അതിലധികവും വരും, ഒരു വിഭാഗം ജനതയാണ്. ആ ജനതയെക്കുറിച്ച് വലിയ കാര്യമൊന്നും നാം കേട്ടിരുന്നില്ല. വലിയ സമരങ്ങളൊന്നും നടത്താൻ അവർക്ക് കഴിയുമായിരുന്നില്ല. ഏതായാലും അവരുടെ വേതനം, ദിവസക്കൂലി പുതുക്കിയിരിക്കുന്ന ഒരു നല്ല വാർത്ത ഇന്ന് പത്രലോകം തരുന്നു. മാതൃഭൂമി വാർത്തകൾ പേജിൽ ആ വാർത്ത വിശദമായി തരുന്നു. ലക്ഷോപലക്ഷം ഭൂരിപക്ഷം പെൺകുട്ടികൾ ഉൾപ്പെടുന്ന നമ്മുടെ കടകളിൽ, പ്രത്യേകിച്ച് വസ്ത്ര വ്യാപാര കടകളിലൊക്കെ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് അവരുടെ കൂലി പുതുക്കിയ വാർത്ത ആഹ്ലാദദായകമായിരിക്കും. സർക്കാർ അങ്ങനെ ഒരു നിലപാടെടുത്തിരിക്കുന്നു. TG ബേബിക്കുട്ടി അത് മാതൃഭൂമിയിലൂടെ റിപ്പോർട്ട് ചെയ്യുന്നു. ആ റിപ്പോർട്ടിലേക്ക്, ആ നല്ല വാർത്തയുടെ ഉള്ളടക്കത്തിലേക്ക് നമുക്ക് സഞ്ചരിക്കാം മറ്റൊരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ കൂലി പുതുക്കി. വ്യാപാര സ്ഥാപനങ്ങളിലും കടകളിലും ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെയും ദിവസക്കൂലിക്കാരുടെയും വേതനം സർക്കാർ പുതുക്കി. 285 രൂപയാണ് കുറഞ്ഞ ദിവസ വേതനം. മാനേജർ തസ്തികയിൽ നിശ്ചയിച്ചിട്ടുള്ളത് 9330 രൂപയാണ് മാസവേതനം എന്നാണ് അടിസ്ഥാന ശമ്പളം മാസത്തെ. ആ നിലയ്ക്കാണ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. കേരളത്തിലെ IAS ഉദ്യോഗസ്ഥന്മാരുടെ സംഘടന ഇന്ന് പ്രതിഷേധ സൂചകമായി ക്യാഷ് ലീവ് എടുക്കും എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുമായി ബന്ധിപ്പിച്ച് ഇന്ന് മുതിർന്ന ഉദ്യോഗസ്ഥരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തും. അവർ പ്രഖ്യാപിച്ചത് മാതിരി അവരുടെ സമരം നടക്കുമോ ഇല്ലയോ എന്ന് ആ ചർച്ചയ്ക്ക് ശേഷം തീരുമാനിക്കപ്പെടും. ഇന്ന് രാവിലെ 9 മണിക്ക് ആണ് ചർച്ച മുഖ്യമന്ത്രിയുമായുള്ള. ആ വാർത്ത മംഗളം പറയുന്നു. IASകാരുടെ കൂട്ടയവധി, മുതിർന്ന ഉദ്യോഗസ്ഥന്മാരുമായി മുഖ്യമന്ത്രി ഇന്ന് ചർച്ച നടത്തും. DGP ജേക്കബ് തോമസിൻ്റെ നടപടികളിൽ പ്രതിഷേധിച്ച് IAS ഉദ്യോഗസ്ഥർ കൂട്ടയവധി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മുതിർന്ന IAS ഉദ്യോഗസ്ഥരുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ചർച്ച നടത്തും. രാവിലെ 9-ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചീഫ് സെക്രട്ടറി SM വിജയാനന്ദിൻ്റെ സാന്നിധ്യത്തിലാണ് ചർച്ച. ചർച്ചയ്ക്ക് ശേഷം സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ പ്രതിസന്ധിയിലാക്കി സമരവുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യത, IAS ഉദ്യോഗസ്ഥന്മാരുടെ സാധ്യത തുച്ഛമാണ് എന്നുകൂടി മംഗളം റിപ്പോർട്ട് ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം ഇന്ന് ആ സമരം നടക്കാനിടയില്ല എന്ന് തന്നെയാണ്. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. UPയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു മാസത്തെ നീണ്ടു നിൽക്കുന്ന 7 ഘട്ടം തെരഞ്ഞെടുപ്പിൽ ആർക്കാണ് സാധ്യത, അതേ മുൻനിർത്തിയ ഒരു ലേഖനം സിറാജ് എന്ന പത്രത്തിൽ ഇന്ന് രാജീവ് ശങ്കരൻ എഴുതിയിരിക്കുന്നു. എളുപ്പമല്ല BJPയുടെ ട്രയൽ റൺ. അതിൻ്റെ ആ ലേഖനം കാണുക. മുലായം സിംഗിനെ കുറിച്ച് രാജീവ് ശങ്കരൻ പറയുന്നത്, മുലായം ഭൂരിപക്ഷ വർഗീയതയെ ജ്വലിപ്പിച്ചു നിർത്താൻ ശ്രമിക്കുന്ന BJPയുമായി ഇക്കാലം വരെ കൈകോർത്തിട്ടില്ല. മതനിരപേക്ഷതയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഈ നേതാവ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയതിന് ശേഷം ഉത്തർപ്രദേശിലെ രാഷ്ട്രീയം വലിയ തോതിൽ മാറിയപ്പോൾ 20% വരുന്ന മുസ്ലിം സമുദായത്തെ വിശ്വസിച്ചാശ്രയിച്ചവരെ കൂടെ നിർത്തി ഭരിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഈ നിലപാട് തുടരുമ്പോൾ തന്നെ പാർട്ടിയെ കുടുംബാധിപത്യത്തിന് കീഴിൽ കൊണ്ടുവരുന്നതിന് മടി കാണിക്കാത്ത നേതാവുമാണ്. സഹോദരൻ, പിതൃസഹോദര പുത്രന്മാർ, മകൻ്റെ ഭാര്യ എന്നിങ്ങനെ കുടുംബത്തിലെ ഏതാണ്ട് എല്ലാവരും പാർട്ടി സ്ഥാനങ്ങളോ തിരഞ്ഞെടുക്കപ്പെട്ട പദവികളോ വഹിക്കുന്നു. ഇടക്കാലത്ത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടുവെങ്കിലും അമർ സിംഗ് എന്ന അധികാര ദല്ലാളിയുമായുള്ള ബന്ധം എക്കാലത്തും മുലായത്തെ സംബന്ധിച്ചോളം ദൃഢമായിരുന്നു. അതുപോലെ തന്നെ രാജ്യത്തെ ഏതാണ്ട് എല്ലാ കോർപ്പറേറ്റ് കമ്പനികളുടെയും ഏജൻറ്റ് കൂടിയായ അമർ സിംഗിന് SP-യുടെ ജനപിന്തുണയേക്കാൾ പ്രധാനം അധികാരവുമായുള്ള ബന്ധവും അതിൻ്റെ പ്രയോജനപ്പെടുത്തലുമായിരുന്നു. അതിൻ്റെ പ്രയോജനം ഒരു പരിധിവരെ മുലായത്തിന് ലഭിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് അമർ സിംഗിനെ പാർട്ടിയിലേക്ക് തിരിച്ചെത്തിക്കാൻ മുലായം തയ്യാറായത്. അതിനൊപ്പം നിൽക്കാൻ സഹോദരൻ ശിവപാൽ യാദവിനെ പോലുള്ളവർ
ഉണ്ടാവുകയും ചെയ്തത്. ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്? സമാജ്വാദി പാർട്ടിയുടെ അവസ്ഥ, മുലായത്തിൻ്റെ അവസ്ഥ? 78-ാം വയസ്സിൽ പാർട്ടിയും അധികാരവും പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന പിതാവിന് മുന്നിൽ പതറാതെ നിൽക്കുന്നു എന്നത് ചെറുത് അഖിലേഷിന് നൽകിയിരിക്കുന്നു. അമർ സിംഗിനെ മാറ്റി നിർത്തി പാർട്ടിയിൽ ഐക്യമുണ്ടാക്കുകയും ദേശീയ അധ്യക്ഷ സ്ഥാനത്ത് തിരിച്ചെത്തുകയും ചെയ്താലും അഖിലേഷിന് കീഴിലേ ഇനി മുലായത്തിന് സ്ഥാനമുണ്ടാകൂ. അഖിലേഷിനോട് മത്സരിക്കാൻ പാകത്തിൽ ഒരു നേതാവിനെ ഉയർത്തിക്കാട്ടാൻ BJPക്ക് സാധിക്കുന്നില്ല. കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയാലും അഖിലേഷിൻ്റെ തോളൊപ്പം നിൽക്കാനാവില്ല എന്ന തോന്നൽ BJP നേതൃത്വത്തിന് തന്നെയുണ്ട്. അധികാരത്തിൽ തിരിച്ചെത്താൻ അഖിലേഷിന് സാധിച്ചാൽ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ പങ്കിലേക്ക് ഈ 43-കാരൻ വളരാനും സാധ്യത കുറവല്ല എന്ന് രാജീവ് ശങ്കരൻ നിരീക്ഷിക്കുമ്പോൾ, തെരഞ്ഞെടുപ്പിൻ്റെ ഈ ആദ്യ ഭാഗത്തുള്ള നിരീക്ഷണം ഒന്നുകിൽ സമാജ്വാദി പാർട്ടി അല്ലെങ്കിൽ BSP അവർ മാത്രമേ അവിടെ അധികാരത്തിൽ വരാൻ പോകുന്നുള്ളൂ എന്നതാണ് ഇന്നത്തെ കാർട്ടൂൺ. UPയിലെ സമാജ്വാദി പാർട്ടിയിലെ മൂപ്പിളമ തർക്കം മുറുകുകയാണ്. അച്ഛൻ മുലായവും മകൻ അഖിലേഷും പാർട്ടി ചിഹ്നമായ സൈക്കിളിന് പിടിമുറുക്കുകയാണ്. ഈ കാർട്ടൂൺ കാണുക. ഇത് ഇടയുന്ന SP ആണ്, അഥവാ സമാജ്വാദി പാർട്ടിയാണ്. കാണുക, അതിൻ്റെ വിള്ളലിലൂടെ സൈക്കിൾ ചവിട്ടി ഓടിച്ചു പോകുന്ന മകൻ വിജയിക്കുമ്പോൾ പാർട്ടിയിലെ പിൻവാങ്ങുന്ന ചാരുകസാലക്കാരനായി മുലായം സിംഗ് മാറുന്നു എന്ന് ഈ കേശവ് കാർട്ടൂൺ ഹിന്ദുവിലൂടെ നമ്മോട് പറയുന്നു. ഇന്നത്തെ ചിത്രം. വരാനിരിക്കുന്നത് അഗസ്ത്യകൂട ദർശനത്തിൻ്റെ നാളുകളാണ്. അഗസ്ത്യകൂട മലയിലേക്കുള്ള സഞ്ചാരത്തിൻ്റെയും നാളുകളാണ്. ഈ ചിത്രം കാണുക. ഏറ്റവും പഴക്കമേറിയ വനമാണ് അഗസ്ത്യകൂടത്തിലുള്ളത് എന്ന് ഐക്യരാഷ്ട്രസഭ വിലയിരുത്തി കഴിഞ്ഞിരിക്കുന്നു. അഗസ്ത്യമലയുടെ ഒരു ദൃശ്യം തരുന്നു സുപ്രഭാതം എന്ന പത്രം. നിങ്ങൾ കാണുന്ന ദൃശ്യങ്ങൾ അതാണ്. ഈ ദൃശ്യത്തോടെ ഇന്നത്തെ വർത്തമാനം ഇവിടെ സമാപിക്കുകയാണ്. ഹാവ് എ നൈസ് ഡേ. ഗുഡ് ബൈ.